Hello dear students. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് +2 കംപ്ലീറ്റ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നീറ്റ് ജെഇ കീം ഇതിലേക്ക് നോക്കുന്ന വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഓൾറെഡി ടാർഗറ്റിൽ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങി. ഏകദേശം 2800ന്റെ മുകളിൽ കുട്ടികൾ ഇപ്പോൾ അതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷെഡ്യൂൾ പ്രകാരം അന്ന് ഞാൻ പഴയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ലാബ് എക്സാമിൻ്റെ ഇടയിലൂടെ നമുക്ക് എൻട്രൻസിൻ്റെ ക്ലാസ്സുകളും കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചില കുട്ടികൾ ലാബിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയി പോയതുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സർ ഇനി നോക്കിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ ഇനി നമുക്ക് പുതിയ ഷെഡ്യൂൾ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പഴയ ഷെഡ്യൂളാണ്. ഇനി അടുത്ത ജൂൺ 1 മുതൽ ഒരു പുതിയ ഷെഡ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷെഡ്യൂൾ പ്രകാരം ഏകദേശം 45ഓളം ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. ആ 45 ഡേയ്സ് കൊണ്ട് നമ്മൾ എൻറ്റയർ ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ ആ ഒരു ഷെഡ്യൂളിനെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ടാർഗറ്റിൻ്റെ 10ാമത്തെ വാർഷികമായതുകൊണ്ട് തന്നെ ഈ ക്രാഷ് കോഴ്സിലേക്ക് വളരെ ചെറിയ ഒരു അഡ്മിഷൻ ഫീസോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ കുട്ടികളെയും എൻറ്റർ ചെയ്യിക്കുകയാണ്. അതായത് കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമായിട്ടും വെറും രജിസ്ട്രേഷന് വേണ്ടി വെറും 500 രൂപ മാത്രമേ ഫീസ് ഈടാക്കുന്നുള്ളൂ. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ 45 ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ദിവസം അല്ലേ, ആ ഒരു ഡേയ്സ് നീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, കീമിലേക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നീറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ദിവസമുണ്ട്, 45ഓളം ദിവസമുണ്ട്. അത്രയും ദിവസം വെൽ ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്, സാർ ഇനി നോക്കിയാൽ കിട്ടുമോ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മുൻപൊക്കെ നമുക്ക് ക്രാഷ് കോഴ്സിലേക്ക് ആകെ നമുക്ക് കിട്ടുന്ന ദിവസം 30 ദിവസം, അതായത് ഒരു മാസം നമുക്ക് ലഭിക്കാം. ഓക്കെ, ഇനിയും നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ ഇനിയും അതിനേക്കാൾ കൂടുതൽ ഡേയ്സ്, ഏകദേശം 45ഓളം ദിവസം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ 45 ദിവസത്തിൽ ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാർഗറ്റ് ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസ്സുകൾ ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആകും. അത് ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകളാണ്, ഒരുപാട് വൈഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, എല്ലാം ക്രിസ്പാക്കി വളരെ ഷോർട്ടായി നിങ്ങൾക്ക് പഠിക്കേണ്ട കണ്ടന്റ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതിനുശേഷം അതിൻ്റെ MCQ ഡിസ്കഷൻ ഉണ്ടാകും. അന്ന് ഡെയിലി ഓരോ ചാപ്റ്ററിൻ്റെയും ഡെയിലി എക്സാംസും എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവായിട്ട് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നീറ്റിൻ്റെയും ജെഇൻ്റെയും കീമിൻ്റെയും ഒക്കെ മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രൻസ് എക്സാമിന് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം മക്കളെ ശ്രദ്ധിക്കുക, ചില കുട്ടികൾ നമ്മളവിടുത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ഡയറക്റ്റായി അഡ്മിഷൻ എടുത്ത മക്കളുണ്ട്. അതിൽ ചില കുട്ടികൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സർ ഞാനിപ്പോൾ ക്രാഷിലേക്ക് എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഓക്കെ, ക്രാഷിലേക്ക് ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാണ്, റിപ്പീറ്റേഴ്സിലേക്ക് സ്റ്റാർട്ടിങ് മുതൽ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നല്ലത്. പക്ഷേ മനസ്സിലാക്കേണ്ട ചെറിയ കാര്യം, റിപ്പീറ്റേഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയം എന്ത് ചെയ്യുക, പഠിക്കാം. അതായത് നിങ്ങൾക്ക് എത്രത്തോളം കഴിയോ അത്രയും നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സിലും ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഈ കിട്ടുന്ന ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിലേക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഇപ്പോൾ ഇനി ഇവിടുന്ന് കിട്ടുന്ന ഒരു ചെറിയ ഒരു സമയം, ഒരു 45 ഡേയ്സ്, അതൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് കുട്ടികൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ വരുന്ന മക്കളെ കേസിലൊക്കെ നല്ല വൈബ്രൻ്റ് ആണ്. ഒരു ക്ലാസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊരു എനർജിയാണെന്ന് അറിയാം. അതായത് +2 കുട്ടികൾക്ക് മുൻപ് +1 എന്താ പറയുക, ഫോക്കസ് ഏരിയ ആയിരുന്നു. അതേപോലെ +2 ഷോർട്ട് പീരീഡ് ഓഫ് ടൈമേ കിട്ടിയുള്ളൂ. എങ്കിൽ പോലും നല്ല എനർജിയിൽ പറയുന്ന കണ്ടൻറ്റൊക്കെ അത് കുറച്ച് ഹെവി ലെവൽ കണ്ടന്റ് ആണെങ്കിൽ പോലും മക്കളത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയിലാണ് ഞങ്ങൾ ഫാക്കൽറ്റീസ് ഉള്ളത്. കാരണം കുട്ടികളൊക്കെ ലെവൽ കൂടി വരുന്നുണ്ട്.
പറയുന്നുണ്ട്, ഞങ്ങൾ നന്നായി പേടിച്ചിരുന്നു മക്കളെ കേസിൽ. എന്നാൽ കുറേ മക്കൾ നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിൽ നന്നായി പെർഫോം ചെയ്യുന്നത് നല്ലൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇനി പുതിയ കുട്ടികൾ ക്രാഷിലേക്ക് നോക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഒരു അവസരമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾക്കും അവസരമുണ്ട്. ആ കുട്ടികൾക്ക് ജൂൺ 1-ാം തീയതി മുതൽ എന്ത് ചെയ്യാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ മുൻപത്തെ ഷെഡ്യൂളിൽ, പഴയ തുടങ്ങിയ ഷെഡ്യൂളിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഡ്മിഷൻ എടുത്ത മക്കൾ ഏകദേശം 1000 റേഞ്ചിലുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഡേയ്സ് ഇങ്ങനെ കഴിയും തോറും കുട്ടികൾ അതിലേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ 2800+ 2800-ന്റെ മുകളിൽ ഇപ്പോൾ കുട്ടികൾ ആ ബാച്ചുകളിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇനി ജൂൺ 1-ാം തീയതി മുതൽ വരുന്ന കുട്ടികൾ നമ്മൾ പുതിയൊരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ കുട്ടികൾക്ക് ഒരു പുതിയ ഷെഡ്യൂളാണ്. അവർക്ക് ഡെയിലി എക്സാംസ് ഒക്കെ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഷെഡ്യൂൾ ഉണ്ടാകും, അതിനനുസരിച്ച് ക്ലാസ്സുകൾ കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യണം. കാരണം ഒരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് ഒരു എൻട്രൻസ് നമുക്ക് എന്ത് ചെയ്യുക, ലഭിക്കുക എന്ന് പറഞ്ഞാൽ, സീറ്റ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോധം എപ്പോഴും മനസ്സിൽ വേണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ലതുപോലെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്തായാലും നമ്മുടെ കയ്യിലായിരിക്കും വിജയം ഉണ്ടാവുക. ഓക്കെ, സോ ഒരു പേടിയും കൂടാതെ സന്തോഷത്തിൽ എന്ത് ചെയ്യുക, മക്കൾ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്കിവിടെ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.